ഹലോ വിവേഴ്സ്, എന്ത് കഥ സുഖല്ലേ? ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു 54,080 ഒരു പവനും, അതുപോലെ 6,760 ഒരു ഗ്രാമിനും വന്നതുകൊണ്ട് ചെറുതായിട്ട് കുറഞ്ഞതായി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇത് ഒരു ന്യൂസിലുണ്ടല്ലോ അങ്ങനെ. എന്തായാലും നല്ലൊരു കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അത് ഏത് ന്യൂസ് ആയിരിക്കും അല്ല, എനിക്കറിയാം നീ ചിന്തിക്കുന്നത്, അത് ഏതെങ്കിലും ന്യൂസായിട്ട് നീ ചിന്തിച്ചോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന സാധനം മനസ്സിലായില്ലേ? 33 പവൻ്റെ അടിപൊളി ഒന്നൊന്നര പൊളിയായിട്ടുള്ള ഡിസൈൻ. നോക്കി നിങ്ങൾ നോക്കി നോക്ക്, എന്ത് ഭംഗി നോക്ക്. നമ്മൾ കൊണ്ടുവരുമ്പോണ്ടല്ലോ അത് ഒന്നൊന്നര സാധനം തന്നെ ആയിരിക്കും, സംശയമേ വേണ്ട. ഇതിൻ്റെ റിയൽ ബോംബെ ബാങ്കിളല്ല, ഇത് റിയൽ ആൻറ്റിക്കിൻ്റെ പ്രീമിയം ബാങ്കിൾ. റിയൽ ബോംബെ ബാങ്കിൾ കാണിക്കാനുണ്ട്, വെയിറ്റ് ആക്ക്. ഇതാ എങ്ങനെയുണ്ട് നോക്കിയേ, സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഒരെണ്ണം വരുന്നുള്ളത് 33 ഗ്രാം, 33 അല്ല 3 പവൻ. ഓക്കെ, ഇതാ 3.25 പവൻ്റെ ഒരെണ്ണം. ഇതാ ഇവിടെ 2 ആനച്ചന്തം പോലത്തെ ഒരു നെക്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചേല് നോക്കി, എന്ത് മൊഞ്ച അതിനുള്ള ഒന്നൊന്നൊരു സാധനമല്ല, പൊളി. എന്താ ഭംഗി, നമുക്ക് മാറിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അടിപൊളിയായിട്ടുള്ള 1.5 പവനാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. 1.5 പവൻ. നല്ല രസമുണ്ട്, നല്ല ഭംഗി, അതിലേറെ നല്ല ഫിനിഷിംഗ് ഉള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, പോളി സാധനം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഹർ കൊടുക്കാനും നമുക്ക് തന്നെ യൂസ് ചെയ്യാനും പറ്റുന്ന നല്ല രസമുള്ള ഈ ഒരു നെക്ലേസിൻ്റെ പ്രത്യേകത എന്താ പറയുക? ഇതിൻ്റെ ഫിനിഷിംഗ് അല്ല ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പൊലിമല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പണിക്കൂലിയാണ്. തുച്ഛമായ പണിക്കൂലി നമുക്കിത് കൊടുക്കാൻ പറ്റും, ചെറിയ പണിക്കൂലിയിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള വേറൊരു നെക്ലേസ് കൂടി ഇവിടെ കാണാൻ പറ്റും, 27 ഗ്രാമിൻ്റെ ഒരു നെക്ലേസ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പൊലിമയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ എൻ്റെ പ്രത്യേകത അതല്ല, നമ്മൾ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകത അതല്ല. ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പണിക്കൂലിയാണ്, ചെറിയ പണിക്കൂലി നമുക്കിതും കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 27 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നുള്ളത്. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ ഡിസൈൻ. വീണ്ടും നമുക്കൊരു കുഞ്ഞൊരു സാധനത്തിൽ പരിചയപ്പെടാമെങ്കിൽ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കവർ ചെയ്ത് തരുമോ? നോക്കി നിങ്ങൾ, എന്താ ഭംഗിയല്ലേ? വാവ്, വാട്ട് എ ഫിനിഷിങ്, സൂപ്പർ ഡിസൈൻ. നല്ല ഭംഗിയുണ്ടല്ലേ, സൂപ്പറായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ, അടിപൊളി. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു നെക്ലസിൻ്റെ സ്റ്റോണും നമ്മൾ കറക്റ്റ് മാച്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവാതെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദൊഡ്ഡ നെക്ലസോ ബിഗ് നെക്ലസിൻ്റെ ഈ ഒരു വലിയ നെക്ലസിൻ്റെ സ്റ്റോണിൻ്റെ കളർ നിങ്ങൾ നോക്കി, ഇനി ഇതിൻ്റെ സ്റ്റോണിൻ്റെ കളർ നിങ്ങൾ നോക്കി, കണ്ടില്ലേ? സെയിം ആക്കി വെച്ച്. പിന്നെ ഇതാ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഗ്രീൻ ടച്ച്. അതേ ഗ്രീൻ ടച്ച് ഞങ്ങൾ താഴത്തെ വലിയ നെക്ലസിനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി, അതാണ് ഇതിൻ്റെ ഒരു മാച്ചിങ്. നിങ്ങൾ നോക്കൂ, എന്താ ഭംഗി നോക്കുക, ഇതിൻ്റെ ഫിനിഷിങ് നോക്കി നിങ്ങളെ, സൂപ്പർ ഫിനിഷിങ്. വാഹോ, സൂപ്പർ സാധനം, അടിപൊളിയായിട്ടുള്ള ഐറ്റംസ്. ഇനി നമുക്ക് നേരെ പോകുന്നുള്ളത് എവിടത്തേക്കായിരിക്കും? ഇവിടത്തേക്ക്. വേറെ എവിടെ പോകാൻ? 1 പവൻ്റെ ആൻറ്റിക്കിൽ വരുന്ന പ്രീമിയം ഡിസൈനിൽ വരുന്നുള്ള ഈ ഒരു ഇയർ ഡ്രോപ്സ് ഉണ്ടല്ലോ, എന്തോരു പാങ്ങ് എന്ന് ചെല്ലെങ്കിൽ ഒന്നൊന്നര പാങ്ങ് എന്ന് ചെല്ലുന്നത് നമ്മളെ കാസർഗോഡത്തെ ഭാഷയാണ് അല്ലേ? പാങ്ങ് എന്ന് ചെല്ലെങ്കിൽ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം നമ്മൾ കാസർഗോഡിൻ്റെ ഭാഷ വിട്ടിട്ടുള്ള ഒരു കഥ ഒന്നുമല്ല. നമ്മൾ കാസർഗോഡ് തന്നെ അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കാസർഗോഡ് ഭാഷയും ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ കാസർഗോഡ് നമ്മളെ മൊഞ്ചുള്ള, നമ്മളെ പാങ്ങുള്ള, ചേലുള്ള ഈ ഒരു തൂക്കം വരുന്ന 1 പവനേ ഉള്ളൂ. നല്ല രസമുള്ള 1 പവൻ മാത്രം തൂക്കം വരുന്ന അടിപൊളിയായിട്ടുള്ള നമ്മളെ ഇയർ ഡ്രോപ്സ്, അടിപൊളി സാധനം. വീണ്ടും ഞാനൊരു കളക്ഷൻസിലേക്ക് പോവാണ്. റിയൽ ബോംബെ ബാങ്കിൾസ് കണ്ടില്ലേ? എങ്ങനെയുണ്ട് നോക്കിയേ. ഈ ഒരു ബാങ്കിൾ കണ്ട തൂക്കത്ര രൂപ 12 ഗ്രാം. അതായത് 12 ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇഷാനെ? 1.5 പവൻ. ഇഷാന് കായ്ക്ക് സുഖമില്ല, അത് വേറെ കഥ. അതിൻ്റെ കഥ വലുതുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ 12 ഗ്രാം ഇഷാന് ഓടി, ജീവനെ കൊണ്ടോടി. അപ്പോൾ ഇല്ല, ഞാൻ പറയാല, നീ പേടിക്കണ്ട ഇഷാനെ. ഓക്കെ, അതിൽ നിന്ന് ധൈര്യമായിട്ട് നിന്നു. പിന്നെ 12 ഗ്രാമിൽ വരുന്ന ഈ ഒരു ബാങ്കിൾസ് കണ്ടില്ല? അടിപൊളി ബാങ്കിൾസ്, നല്ല രസമുണ്ട് അല്ലേ? അതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ല 20 ഗ്രാം. ഇതെല്ലാം റിയൽ ബോംബെ ബാങ്കിളാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ അൺബോക്സിങ്ങിലല്ലോ ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന സമയത്ത് ഞാൻ അൺബോക്സിങ് ഒരു വീഡിയോയിൽ എടുക്കലുണ്ട്. പക്ഷേ അതിന് ബോംബെ ബാങ്കിൾസ് ഒരുപാട് വരാനുണ്ടല്ലോ. സുനി, ബോംബെ ബാങ്കിൾ വരാനില്ലേ? നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആക്കണവേ. നമ്മൾ ഒറിജിനൽ ബോംബെ ബാങ്കിൾ പരിചയപ്പെടുത്തണമല്ലോ.
എന്തായാലും ഞാൻ ഇൻഷാല്ലാ ബോംബെ ബാങ്കിളിൻ്റെ ഇനിയും വരാനുണ്ട് നമുക്ക്. ആ സമയത്ത് പാർസൽ വരുന്നതും അത് പൊട്ടിക്കുന്നതും അത് ഞങ്ങൾ സ്റ്റോക്കിൽ കയറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻഷാല്ലാ ഞാൻ എടുക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഇതാ വീണ്ടും എനിക്ക് പറഞ്ഞാലും തീരാത്ത ഒരു നെക്ലസ്സാണ് ഇത്. ആനച്ചന്തമുള്ള നെക്ലസ്, ആനച്ചന്തം അടിപൊളി സാധനം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നേരെ വരാൻ പറ്റുന്ന ആനച്ചന്തയിൽ പാട്ടുണ്ട്. അത് നീ പാടുന്നെങ്കിൽ ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കും. ഇല്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നീ പാടുന്ന പാട്ട് ഞാൻ വേറെ ഉണ്ട്, ആ പാട്ട് ഞാൻ പറയടാ. ഓക്കെ, ഇതെങ്ങനെയുണ്ട് നോക്കിയേ. നൗമാൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ശാന്തേച്ചി, നൗമാൻ്റെ ഒരു പാട്ടില്ലേ? ഏതേതാണ് പാട്ട് അറിയോ? ഓർമ്മയുണ്ടാ? നിരാശനായ കാമുകന്റെ പ്രേമഗാനം. നൗമ ഓർമ്മയുണ്ട്? ആ പാട്ട് വേണമെങ്കിൽ ഞാൻ പാടിത്തരാം. അല്ല ഇപ്പൊ വേണ്ട, നമ്മളെ കസ്റ്റമർ ഇതിൽ കൂടിയിട്ട് നിങ്ങൾ പറയുന്നത് നമ്മൾ കമൻ്റ് ആയിട്ട് നൗമാൻ്റെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൗമാൻ ആ പാട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അല്ലോ മോ? ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഒരു പാദസരം ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് 25 ഗ്രാമേ വെറും 25 ഗ്രാം എന്ന് പറയുമ്പോൾ 3 പവൻ എന്ന് പറഞ്ഞാൽ 24 ഗ്രാമാണ്. 25 എന്ന് പറയുമ്പോൾ 3 പവനും 1 ഗ്രാം എക്സ്ട്രാ ഉണ്ട്. പാദസരം ഇത് നിങ്ങൾ നോക്കിയേ, പാദസരം ഇത് ഇങ്ങനെ പിടിച്ചു തരാൻ കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, സൂപ്പർ ഡിസൈൻ കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ കുറേ തമാശയും കഥയും ചിരിയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് രസം ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് പറയണം. നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ കുറേ തമാശയിൽ പറയുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഹരം ഉണ്ടാവും കാണാൻ. ഓക്കെ, എപ്പോഴും വെറും ഗോൾഡിൻ്റെ റേറ്റ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രസം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുറേ നമ്മൾ ഷോപ്പിലത്തെ കഥയും നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മളെ ആൾക്കാരെ കഥയൊക്കെ പറയുമ്പോൾ രസമാണത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രീമിയത്തിലേക്ക് പോകാം. പ്രീമിയം ബാംഗിൾസ് പറയുമ്പോഴേക്ക് 25 ഗ്രാമാണ് ഇത് വരുന്നുള്ളത്. 25 ഗ്രാം, അതായത് 3 പവന് 1 ഗ്രാം കൂടുതലുണ്ട്. അതുപോലെ ഇത് വരുന്നുള്ളത് 3.25 പവൻ, 25 ഗ്രാം തന്നെയാണ്. ഓക്കെ, ഇതുപോലെ 25 ഗ്രാമിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള ഈ ഒരു ഡിസൈൻ ടോട്ടലി എല്ലാം മില്ലിഗ്രാം അടുക്കം വരുന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ 33 പവൻ എന്ന് പറയുന്നത്. 33 പവന് ഒരു ബ്രൈഡലിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനവും ഉൾപ്പെട്ടിട്ടാണ്. 33 പവനിൽ ഒരു ബ്രൈഡലിന് വേണ്ട എല്ലാ സാധനവും ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ഒരു ഭംഗിയുള്ള സാധനം. ഏതൊരു ബ്രൈഡൽ എടുക്കുമ്പോൾ 2 കയ്യിൽ ഫുള്ളായിട്ട് ആൻറ്റിക്ക് പ്രീമിയത്തിൻ്റെ നെക്ലസ് ബാംഗിൾസ് എടുക്കാറില്ല. സാധാരണ എടുക്കൽ ഒരു കയ്യിൽ ആൻറ്റിക്കിൻ്റെ ബാംഗിൾസ് എടുക്കും, മറ്റേ കയ്യിൽ ബോംബെ ബാംഗിൾസ് എടുക്കും. അതേപോലെ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കളക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന ആളായിരുന്നു പറഞ്ഞാൽ നമ്മളെ മൈക്കിളാണ്. മൈക്കിൾ എന്ന് പറഞ്ഞാൽ 36K ഫോളോവേഴ്സ് ഉണ്ട് എന്ന് അവൻ സ്വയം പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. മൈക്കിളിന് ചിരി വന്നേ അല്ലേ? അല്ല, മൈക്കിളിന് എത്രടാ ഫോളോവേഴ്സ് ഉള്ളത് സച്ചിനെ? 32K അല്ല, അയ്യോ സോറി, ഞാൻ 4K കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൈക്കിളിൻ്റെ ഫോളോവേഴ്സ് 32K ഉണ്ടെങ്കിലും ലൈക്ക് കിട്ടുന്നുള്ളത് 32 പേരെ കിട്ടുന്നു. അതെന്തുകൊണ്ട് അല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നെ അതിനെ പറ്റി ചർച്ച ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അടിപൊളി പ്രീമിയം. പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോസ് നല്ല രസത്തിൽ നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നമ്മളെ മൈക്കിൾ ഇന്നത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മൈക്കിൾ എടുക്കൽ. എന്തായെങ്കിലും നിങ്ങൾ 2-3 അഭിപ്രായം എന്ന് കമൻ്റായിട്ട് പറയേണ്ടത്. ഒന്ന് മൈക്കിളിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് വീഡിയോസ് കറക്റ്റ് കാണാൻ പറ്റിയോ എന്നും, അതേപോലെ തന്നെ നമ്മളെ നൗമാൻ്റെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുണ്ട് എന്നും നിങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ 33 പവൻ്റെ ബ്രൈഡൽ സെറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇഷാൻ്റെ കൈ പൊളിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പൊളിഞ്ഞ ചോദിച്ചായിരുന്നു കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു കളക്ഷൻസും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ.